ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലെൻസ് ഓഫ് കേരളയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് മറ്റെങ്ങുമല്ല, തിരുവനന്തപുരം ജില്ലയിലെ സഹ്യസാനുക്കൾ ചേർത്ത് വെച്ച നമ്മുടെ പൊന്മുടി. മഞ്ഞും മലനിരകളും നമ്മളെ കാത്തിരിക്കുന്ന ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. ഇതാണ് കല്ലറ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ആദ്യം കണ്ട ബസ്സിൽ തന്നെ കയറി നേരെ പാലോടിന് ടിക്കറ്റ് എടുത്തു. പാലോട് നിന്ന് നേരെ ചുള്ളിമാനൂർ. പൊന്മുടിയിലേക്കുള്ള പ്രവേശന കവാടമായ ചുള്ളിമാനൂരിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ആ സുന്ദരമായ ഇടത്തേക്ക് നമ്മുടെ ആനവണ്ടിയിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരാം. ആദ്യം ബൈക്കിൽ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മുൻപ് അങ്ങോട്ടേക്ക് പോയിട്ടില്ലാത്തതിനാൽ റോഡിനെ പറ്റി വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല. ബൈക്കിലുള്ള യാത്ര കുറച്ച് ആയാസകരമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബൈക്ക് കല്ലറയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി. പോകുന്ന വഴിയിൽ ഒരുപാട് പേർ ബൈക്കിൽ അങ്ങോട്ട് പോകുന്നതും വരുന്നതും കാണാമായിരുന്നു. എങ്കിലും ആനവണ്ടിയിലിരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അതുകൊണ്ട് ബൈക്ക് എടുക്കാത്തതിൽ ഇപ്പോൾ ഒട്ടും നിരാശയില്ല. ഈ ആനവണ്ടിയിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരാം. നമ്മുടെ ആനവണ്ടി ഓരോ ചെറിയ ടൗണുകളെയും പിന്നിലാക്കി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. തിരക്കേറിയ കവലകൾ ഓരോന്നായി പിന്നിലേക്ക് മറയുമ്പോൾ പുറത്തെ കാഴ്ചകളുടെയും അന്തരീക്ഷത്തിന്റെയും ഭാവങ്ങൾ പതുക്കെ മാറി തുടങ്ങുന്നു. അതെ, ഒരു മായാജാലക്കാരനെ പോലെ പ്രകൃതി അതിന്റെ നിറം മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം കല്ലാറിനോട് അടുത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പൊന്മുടി യാത്രയുടെ യഥാർത്ഥ മാസ്മരികത തുടങ്ങുന്നത് ഈ കല്ലാർ പിന്നിടുന്നതോടെയാണ്. മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന തണുപ്പും കാടിന്റെ മണവും വരാനിരിക്കുന്ന വലിയൊരു വിസ്മയത്തിന്റെ സൂചനയാണ്. കല്ലാർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു ലോകമാണ്. കല്ലാർ എത്തുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. റോഡിന് അരികിലൂടെ ഒഴുകുന്ന ആ കാട്ടാറ്റ്, അതാണ് വാമനപുരം നദി. കല്ലുകൾക്കിടയിലൂടെ ചിതറിത്തെറിച്ചു വരുന്ന ആ തെളിനീര് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത കുളിർമയാണ്. കല്ലാറിലെ ആ പഴയ പാലം കടക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ മരങ്ങൾ നോക്കൂ, ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പ് ഒരു സ്വാഭാവിക തുരങ്കം, നാച്ചുറൽ ടണൽ പോലെ തോന്നിപ്പിക്കും. വെയിലിന്റെ ചൂട് പോലും ഇവിടെ എത്തുമ്പോൾ അപ്രത്യക്ഷമാകും. ആ മനോഹരമായ റോഡ്. ഇനി അങ്ങോട്ടുള്ള റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് പ്രേമികളുടെ സ്വർഗമാണെന്ന് പറയാം. വശ്യമായ വളവുകളും തിരിവുകളും. ഓരോ വളവ് കഴിയുമ്പോഴും കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. ചിലയിടങ്ങളിൽ റോഡിന്റെ ഒരു വശത്ത് അഗാധമായ താഴ്ചയും മറുവശത്ത് കൂറ്റൻ പാറക്കെട്ടുകളുമാണ്. മഴക്കാലമാണെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ചെറിയ നീർച്ചാലുകൾ താഴേക്ക് പതിക്കുന്നത് കാണാം. ആ ഒരു കാഴ്ച ഡിജിറ്റൽ ക്യാമറയിലോ ഗോപ്രോയിലോ പകർത്തിയാൽ കിട്ടുന്ന ആ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. കല്ലാർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് തേയിലത്തോട്ടങ്ങളുടെ തുടക്കമാണ്. കുന്നിൻ ചെരുവുകളിൽ പച്ചപ്പട്ട് വിരിച്ചതുപോലെ കിടക്കുന്ന ആ കാഴ്ചകൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറകൾ റെഡിയാക്കി വെക്കണം. പക്ഷേ ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. 22 ഹെയർപിൻ വളവുകൾ. ഓരോ വളവും നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ താഴെ കാണുന്ന ആ വനഭംഗി, അത് വിവരിക്കാൻ വാക്കുകൾ കിട്ടില്ല. കല്ലാറിലെ ഈ കാടിന്റെ മണവും തണുത്ത കാറ്റും ശ്വസിച്ച് ഇങ്ങനെ പോകുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ചുള്ളിമാനൂർ കവല പിന്നിടുന്നതോടെ നമ്മുടെ യാത്രയുടെ സ്വഭാവം തന്നെ മാറുകയാണ്. ടൗണിന്റെ തിരക്കുകളിൽ നിന്ന് നമ്മൾ പതുക്കെ പ്രകൃതിയുടെ ശാന്തതയിലേക്ക് കടക്കുന്നു. ഈ വഴിയിൽ നമ്മൾ ആദ്യം എത്തുന്ന പ്രധാന ഇടമാണ് വിതുര. പൊന്മുടിയിലേക്കുള്ള കവാടം എന്ന് വേണമെങ്കിൽ വിതുരയെ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ ചായക്കടകളും തിരക്കും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ആനപ്പാറയാണ്. റോഡിനരികിൽ തലയുയർത്തി നിൽക്കുന്ന ആ കൂറ്റൻ പാറക്കെട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ കാടിനോട് അടുത്തെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ എത്തുന്നത് കല്ലാറിലാണ്. കല്ലുകൾ നിറഞ്ഞ ആറ് ഒഴുകുന്ന ഇടമായതുകൊണ്ടാണ് ഇതിന് കല്ലാർ എന്ന് പേര് വന്നത് തന്നെ. ഈ പാലം കടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ആ തെളിനീർ പുഴയും ചുറ്റുമുള്ള വനഭംഗിയും ശരിക്കും മനസ്സ് നിറയ്ക്കുന്നതാണ്. ഇനി ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വെറും റോഡല്ല. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ വഴിക്ക് ചരിത്രത്തിന്റെ ഒരു ഗന്ധമുണ്ട്. ബ്രിട്ടീഷുകാർ തോട്ടം മേഖലകൾ വികസിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന ഈ പാത ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. മഴക്കാലത്ത് ഈ റോഡിലൂടെയുള്ള യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ. റോഡരികിലെ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും നനഞ്ഞൊട്ടിയ പച്ചപ്പും. ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് ഫീലാണ് നൽകുന്നത്. ഇടുങ്ങിയതാണെങ്കിലും ഓരോ വളവിലും പുതിയ ഓരോ കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പാത ഡ്രൈവ് ചെയ്യുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ ഹരമാണ്.
പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ: വാമനപുരം നദി. കല്ലാർ വഴി ഒഴുകുന്ന ഈ നദിയുടെ തീരത്ത് ഒന്ന് വിശ്രമിക്കുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. മീൻമുട്ടിയിലേക്കുള്ള വഴി: കല്ലാറിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് പോയാൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് പാത തുടങ്ങുകയായി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്: കല്ലാർ കഴിഞ്ഞാലുടൻ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ നിന്നാണ് പൊന്മുടിയുടെ യഥാർത്ഥ കയറ്റം തുടങ്ങുന്നത്. നമ്മുടെ ആനവണ്ടി ഇതൊന്നും ശ്രദ്ധിക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഏകദേശം അരമുക്കാൽ മണിക്കൂറോളമായി കാണും നമ്മൾ ഈ കയറ്റങ്ങൾ കയറാൻ തുടങ്ങിയിട്ട്. മുന്നിൽ കാത്തിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി 22 ഹെയർപിൻ വളവുകളാണ്. ഓരോ വളവ് തിരിയുമ്പോഴും ശരിക്കും ശ്വാസം അടക്കി പിടിച്ചിരിക്കണം. കൃത്യമായ ആ ഗ്യാപ്പിലൂടെയാണ് വണ്ടി വളഞ്ഞു കയറുന്നത്. മതിൽ ഉരസിയോ എന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം, അത് കാണുമ്പോൾ ശരിക്കും ചങ്കിടിപ്പ് കൂടും. പക്ഷേ ആനവണ്ടിയിലെ ആ സാരഥിക്ക് ഇതൊക്കെ വെറും നിസാരം. കൃത്യമായ കണക്കുകൂട്ടലോടെ ആ ഭിത്തിയിൽ തൊട്ടില്ല എന്ന രീതിയിലാണ് വണ്ടി വെട്ടിച്ചെടുക്കുന്നത്. ഉച്ച സമയത്തെ യാത്രയായതുകൊണ്ട് വണ്ടിയിൽ വലിയ തിരക്കില്ല. ഒരു 10 പേരൊക്കെയെ കാണും. ആ ശാന്തതയിൽ ഈ കാട്ടുപാതയിലൂടെ വണ്ടി ഇങ്ങനെ ആടി ഉലഞ്ഞ് ഓരോ കടമ്പയും കടന്ന് പൊന്മുടി ലക്ഷ്യമാക്കി പോകുമ്പോൾ അത് വെറുമൊരു യാത്രയല്ല, അതൊരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. അങ്ങനെ ആവേശകരമായ ആ 22 വളവുകൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഇനി വലിയ വളവുകളോ കയറ്റങ്ങളോ നമ്മളെ കാത്തിരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പൊന്മുടിയുടെ ആ മനോഹരമായ മുട്ടക്കുന്നുകൾക്കിടയിലാണ്. ചുറ്റും പച്ചപ്പണിഞ്ഞ വലിയ വലിയ കുന്നുകൾ മാത്രം. നേരത്തെ കണ്ട ആ വൻമരങ്ങളൊക്കെ ഇപ്പോൾ താഴെയായി കഴിഞ്ഞു. ഇനിയങ്ങോട്ട് നേരെ കുന്നുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും നോക്കിയാൽ അങ്ങകലെ മലനിരകൾ മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്നത് കാണാം. ഈ ഉച്ചസമയത്തെ വെയിലിലും ഇവിടെ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. വണ്ടിയിൽ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തെ ഈ കാഴ്ചകൾ സമാധാനമായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ കുന്നും പിന്നിടുമ്പോൾ പ്രകൃതി നമുക്കായി പുതിയൊരു വിസ്മയം കാത്തുവച്ചിട്ടുണ്ട്. ആ മുട്ടക്കുന്നുകളുടെ ഭംഗിയും വീശിയടിക്കുന്ന തണുത്ത കാറ്റും, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വസന്തം തന്നെയാണ്. പൊന്മുടിയുടെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് നമ്മൾ ഇതാ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. കാഴ്ചകൾ ഓരോന്നായി പിന്നിട്ട് നമ്മളിപ്പോൾ മുട്ടക്കുന്നുകളുടെ ആ മനോഹരമായ താഴ്വരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഹാ, ആ മലനിരകളെ നോക്കൂ. മലകളെ പുണർന്നു കിടക്കുന്ന ആ മേഘക്കൂട്ടങ്ങൾ കണ്ടോ? ആകാശത്ത് നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന പഞ്ഞിത്തുണ്ടുകൾ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മുടെ ഈ ആനവണ്ടിയിലുള്ള യാത്രക്കാരെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. കാരണം ഈ കാഴ്ചകൾ അവർക്ക് അത്രമേൽ അപരിചിതമാണ്. മിക്കവരും വിദേശികളോ അല്ലെങ്കിൽ ആദ്യമായി ഇവിടെ എത്തിയവരോ ആണെന്ന് തോന്നും. അവരുടെ എല്ലാം മുഖത്ത് ആ അത്ഭുതം വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. ഭാഗ്യത്തിന് ബസ്സിൽ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഓരോ സീറ്റിലും മാറി മാറിയിരുന്ന് ഈ ഭംഗി ഒട്ടും ചോരാതെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്നുണ്ട്. മുന്നിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുകയാണ്. ഈ വളവുകളും തിരിവുകളും അദ്ദേഹത്തിന് അത്രമേൽ പരിചിതമാണല്ലോ. ഇടയ്ക്കിടെ യാത്രക്കാർ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം വളരെ ക്ഷമയോടെ മറുപടി നൽകുന്ന കണ്ടക്ടർ ചേട്ടനും ഈ യാത്രയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ വശത്തേക്ക് നോക്കൂ. നിരനിരയായി നിൽക്കുന്ന ആ മരങ്ങൾ കണ്ടോ? ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൈൻ മരങ്ങളാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് അവയൊക്കെ കാറ്റാടി മരങ്ങളാണെന്ന്. കാറ്റിൽ അവ ഇങ്ങനെ തലയാട്ടുന്നത് കാണാൻ എന്തൊരു ചന്തമാണ്. പല ഹിറ്റ് സിനിമകളും ഷൂട്ട് ചെയ്ത ലൊക്കേഷനുകളാണ് നമ്മൾ ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. ഈ കോടമഞ്ഞും പച്ചപ്പും കാണുമ്പോൾ ഏതൊരു സംവിധായകനും ഇവിടെ ക്യാമറ വെക്കാൻ തോന്നിപ്പോകുക. നമ്മുടെ ആനവണ്ടി ഓരോ മലനിരകളും താണ്ടി ഇപ്പോൾ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 22 ഹെയർപിൻ വളവുകൾ എന്ന ആവേശകരമായ കടമ്പ കടന്നാണ് നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരത്തിലുള്ള ഈ പൊന്മുടിയിലേക്ക് എത്തിയിരിക്കുന്നത്. താഴെ നമ്മൾ അനുഭവിച്ച ആ ചൂടൊന്നുമല്ല ഇവിടെ. അന്തരീക്ഷം പതുക്കെ തണുത്തു വരികയാണ്. ഒരു KSRTC ബസ്സിലിരുന്ന് ജനാലയിലൂടെ വരുന്ന ഈ തണുത്ത കാറ്റും പച്ചപ്പും ആസ്വദിച്ചുള്ള യാത്ര, അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഓരോ വളവ് കഴിയുമ്പോഴും കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വരികയാണ്. ചുറ്റുമുള്ള ആ മലനിരകളെ നോക്കൂ. പൊന്മുടി എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ കുന്നുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാൻ എന്ത് രസമാണ്. ഇത്രയും ഉയരത്തിൽ നിന്നുള്ള ഈ മനോഹരമായ കാഴ്ച കാണുമ്പോൾ നമ്മുടെ യാത്രയിലെ എല്ലാ വിരസതയും കഷ്ടപ്പാടുകളും നമ്മൾ മറന്നുപോകും. ഇങ്ങനെ ആവേശകരമായ ആ യാത്രക്കൊടുവിൽ നമ്മൾ ദാ പൊന്മുടിയുടെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്.
22 ഹെയർ പിൻ വളവുകൾ പിന്നിട്ട് നമ്മളെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ച നമ്മുടെ സ്വന്തം ആനവണ്ടി ദാ അവിടെ വിശ്രമിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ തണുത്ത കാറ്റും പതുക്കെ പെയ്തിറങ്ങുന്ന ഈ കോടമഞ്ഞും ശരിക്കും മറ്റൊരു ലോകത്തെത്തിയ ഫീലാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് പൊന്മുടിയുടെ ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് പതുക്കെ ഇറങ്ങാം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഒരാൾക്ക് സന്ദർശക ഫീസ് ഏകദേശം 30 രൂപ. നമുക്കിനി ആ കാണുന്ന മലനിരകളിലേക്ക് പതുക്കെ നടന്നു തുടങ്ങാം. നമ്മൾ ദാ ഈ കോൺക്രീറ്റ് പാതയിലൂടെ പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. ഹിൽ ടോപ്പിലെ ആ പ്രധാന കാഴ്ചകളിലേക്ക് എത്തണമെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നടക്കണം. നല്ല വെയിലുണ്ടെങ്കിലും ആ വീശിയടിക്കുന്ന തണുത്ത കാറ്റ് നമ്മളെ ഒട്ടും തളർത്തില്ല. താഴെ നോക്കിയാൽ കാണാം, സന്ദർശകരുടെ വലിയൊരു തിരക്ക് തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയോടടുക്കുന്നു. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെയായി ഒരുപാട് ഗ്രൂപ്പുകൾ ഈ സമയം ഇവിടെ എത്താറുണ്ട്. പൊന്മുടിയുടെ ഈ ഭംഗി ആസ്വദിക്കാൻ എപ്പോഴും നല്ലൊരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ നടത്തം തുടരുകയാണ്. ഏകദേശം ഒരു 10 മുതൽ 15 വരെ മിനിറ്റായി നമ്മൾ ഈ കുത്തനെയുള്ള വഴി കയറാൻ തുടങ്ങിയിട്ട്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെയാണ് കയറുന്നത്. നോർമലായിട്ടൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നടന്നു കയറാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. വെയിലില്ലെങ്കിലും ഈ കയറ്റമായതുകൊണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്താണ് കയറുന്നത്. നമ്മൾ ദാ ഏകദേശം ടോപ്പിനോട് അടുക്കാറായിട്ടുണ്ട്. ഇനിയും മുകളിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ അങ്ങോട്ട് എന്തോ ഒരു സർക്കാർ ഓഫീസാണ്. വലിയ കെട്ടിടങ്ങളും കാവൽക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ക്യാമറ എടുക്കുന്നതിന് വിലക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മുകളിലുള്ള അതേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്നിട്ട് താഴോട്ട് തിരിച്ചിറങ്ങാം. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയാണ്. എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിൽ പതിയുന്നത്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്ഥലമാണിത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഈ ഭംഗി കണ്ടപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഈ കാഴ്ചകൾ കണ്ട് പതുക്കെ താഴോട്ട് തിരിച്ചിറങ്ങാം. ഇവിടെ നിന്ന് ചുറ്റുമൊന്ന് നോക്കൂ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പണിഞ്ഞ മലനിരകൾ. അങ്ങു ദൂരെ കാണുന്ന ആ വലിയ മലകൾക്കിടയിലൂടെ മേഘങ്ങൾ മെല്ലെ ഒഴുകി നീങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നും. ഓരോ തവണ ക്യാമറ തിരിക്കുമ്പോഴും പ്രകൃതിയുടെ ഓരോ പുതിയ ഭാവങ്ങളാണ് തെളിയുന്നത്. ഈ മലനിരകൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ തോന്നും. നല്ല തണുപ്പുള്ള കാറ്റാണ് ഇപ്പോൾ വീശുന്നത്. ആ കാറ്റിനൊപ്പം ഒഴുകി വരുന്ന കോടമഞ്ഞ് ഇടയ്ക്കിടെ കാഴ്ചകളെ മറയ്ക്കുന്നുണ്ടെങ്കിലും അത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഇവിടുത്തെ ഈ ശാന്തത അത് അനുഭവിച്ചു തന്നെ അറിയണം. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. പ്രകൃതി ഒരുക്കിയ ഒരു വലിയ ക്യാൻവാസ് പോലെയാണ് ഈ കുന്നുകൾ നമുക്ക് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ദൃശ്യങ്ങൾ. ഓരോ മലമടക്കുകളിലും സൂര്യപ്രകാശം വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ നിറം മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ക്യാമറയിൽ പകർത്തുക എന്നത് ഏതൊരു വീഡിയോഗ്രാഫറുടെയും സ്വപ്നമാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ചെറിയ വഴികളും പച്ചപ്പുമെല്ലാം ഒരു മനോഹരമായ ചിത്രം പോലെ തോന്നിക്കുന്നു. ദാ ഈ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. ഈ പച്ചപ്പണിഞ്ഞ പുല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഒരു ടൈം ലാപ്സ് പോലെ വേഗത്തിൽ നമ്മൾ ഈ കുന്നിൻ ചെരുവിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മാറി മറിയുന്നു. ഇനി നമ്മൾ ദാ ഈ കാണുന്ന വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നടക്കുന്നത്. ഓരോ പാറയും ഓരോ കഥ പറയുന്നത് പോലെ തോന്നും. ഈ കല്ലുകൾക്കും മണ്ണിനും ഇടയിലൂടെയുള്ള നടത്തം ശരിക്കും ഒരു സാഹസികത തന്നെയാണ്. ദൂരെയുള്ള മലനിരകളെ സാക്ഷിയാക്കി ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സിനിമാറ്റിക് അനുഭവം അത് വിവരിക്കാൻ വാക്കുകളില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കൂ. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയം നിങ്ങളും ഒന്ന് അനുഭവിക്കൂ. ഈ മനോഹരമായ നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങാം. ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മരങ്ങളാണ്. നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ടാകും ഈ വൻമരങ്ങൾക്ക്. ഈ കഠിനമായ പാറകൾക്കിടയിൽ വേരുകളാഴ്ത്തി എത്രയോ കാറ്റും മഴയും വെയിലും അതിജീവിച്ചാണ് ഇവ ഇന്നും തലയുയർത്തി നിൽക്കുന്നത്. കാലം എത്ര മാറിയാലും മാറ്റമില്ലാതെ നിൽക്കുന്ന പ്രകൃതിയുടെ കാവൽക്കാരെ പോലെയാണ് ഈ മരങ്ങൾ നമുക്ക് തോന്നുക. അവ വേരുകളുടെ പടർച്ചയും കാണുമ്പോൾ പ്രകൃതിയുടെ അതിജീവനത്തിന്റെ കരുത്ത് നമുക്ക് മനസ്സിലാകും. ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പാറയും മരവും തമ്മിലുള്ള ഒരു അപൂർവ ബന്ധമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
പാറയെ പിളർന്നുകൊണ്ട് വളർന്നു വരുന്ന ഈ മരങ്ങൾ പ്രകൃതിയുടെ വലിയൊരു വിസ്മയമാണ്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ഈ മരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ, അത് ഈ മലമുകളിലെ ഏറ്റവും വലിയ സുഖങ്ങളിലൊന്നാണ്. മരങ്ങളിൽ നിന്ന് ദൃഷ്ടി മാറ്റുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് തെളിഞ്ഞ നീലാകാശമാണ്. അങ്ങുദൂരെ വെള്ളിമേഘങ്ങൾ മലനിരകളെ തൊട്ടുതലോടി ഒഴുകി നീങ്ങുന്നു. ആകാശത്തിന്റെ ആ നീലിമയും താഴെ പച്ചപ്പണിഞ്ഞ മലകളും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് പലരും കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തുന്നത്. ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമായ നിമിഷങ്ങൾ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ് വന്നിറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇവിടുന്ന് ബസ് കിട്ടും. ഒരാൾക്ക് ഏകദേശം 40-45 രൂപയോ ആണ് ചാർജ് വരുന്നത്. പിന്നെ ഒരു കാര്യം, വൈകുന്നേരം 6 മണിക്ക് ലാസ്റ്റ് ബസ് പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വിനോദസഞ്ചാരികളെയും കൊണ്ട് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം ബസ്സുകളും ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് KTDCയുടെ ക്യാൻറ്റീനാണ്. പൊന്മുടി ഹിൽ ടോപ്പിലുള്ള സന്ദർശകർക്ക് വലിയൊരു ആശ്വാസം. ചായയും കാപ്പിയും സ്നാക്സും ഇവിടെ ലഭിക്കും. കുടിവെള്ളവുമുണ്ട്. പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന നിർമ്മാണമാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും ഇവിടെ വന്ന് ഒരു ചായയും സ്നാക്സും കഴിച്ചപ്പോൾ ആ നടന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി. ഈ തണുപ്പത്ത് ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനിയും കുറച്ച് കാഴ്ചകൾ കൂടി കാണാൻ ബാക്കിയുണ്ട്. വാ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. ഇനി നമുക്ക് ഈ പാറയിലൂടെ നടന്ന് മുകളിലേക്ക് കയറണം. ശരിക്കും ഈ പാറ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുറച്ചുനാൾ മുൻപ് വാഗമണ്ണിലെ ആനപ്പാറയിൽ ഒരു ടാറ്റ ഹരിയർ ഓടിച്ച് ചരിത്രം കുറിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, അതാണ്. ഏകദേശം ആ ഒരു ലൊക്കേഷൻ പോലെ തന്നെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു പാറയാണിത്. കാണാൻ ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ടല്ലേ. എന്തായാലും വണ്ടിയുമായിട്ടല്ല, നമ്മൾ നടന്നു തന്നെയാണ് ഈ ചരിവ് കീഴടക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമുക്ക് മുകളിലെത്താം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ കൂടി കാണാം. അവിടെ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. മറ്റൊരു ലോകം തുറക്കുന്നത് പോലെയാണ് മുകളിലെ അനുഭവം. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പടരുന്ന പച്ചപ്പിന്റെ ഈ അതിമനോഹരമായ പരവതാനി ഓരോ ചുവടിലും നിങ്ങളെ ആ നിശബ്ദ സുന്ദരങ്ങളായ മലനിരകളുടെ വശ്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പുൽത്തുമ്പുകളുടെ ലോലമായ മർമ്മരം ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് ഒരു സ്വർഗീയ സംഗീതം പോലെ നിങ്ങളുടെ കാതുകളിൽ നിറയട്ടെ. ഈ വഴികൾ പിന്നിട്ട് ദൂരെ ആകാശസീമയിലേക്ക് നോക്കുമ്പോൾ ദാ മഞ്ഞിൽ പൊതിഞ്ഞ് ശാന്തമായി നിലകൊള്ളുന്ന സഹ്യന്റെ ആ മണിമുത്തുകളെ കണ്ടോ? കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ മലനിരകളിലേക്ക് ഒന്ന് നോക്കൂ. പ്രകൃതി തന്റെ ക്യാൻവാസിൽ തീർത്ത അതിമനോഹരമായ ഒരു ചിത്രം പോലെ. സഹ്യപുത്രന്റെ ഈ മടിത്തട്ടിൽ ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു ലോകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും ഇവിടുത്തെ മലഞ്ചെരുവുകൾക്ക് പറയാൻ 1000 കഥകളുണ്ട്. പാറയിടുക്കുകളിൽ നിന്ന് പൊട്ടിമുളച്ച് താഴ്വാരങ്ങളിലേക്ക് നൂലിഴ പോലെ ഒഴുകിയിറങ്ങുന്ന ആ കുഞ്ഞരുവികൾ കണ്ടോ? അവയുടെ കളകളാരവം ഈ കാറ്റിനൊപ്പം ചേർന്ന് ഒരു നിശബ്ദ സംഗീതം തീർക്കുന്നുണ്ട്. അപൂർവ ഇനം സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ ഈ താഴ്വരകൾ പ്രകൃതിയുടെ ഒരു വലിയ വിരുന്ന് തന്നെയാണ്. അങ്ങ് ദൂരെ ആകാശസീമയിൽ മേഘങ്ങൾ മലനിരകളെ ചുംബിച്ചു കടന്നു പോകുന്ന ആ കാഴ്ച, അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിയോട് കൂടുതൽ അടുത്തു പോകും. ഓരോ പാനിംഗ് ഷോട്ടിലും തെളിയുന്ന ഈ ഭൂമി മലയാളത്തിന്റെ വിസ്മയങ്ങൾ വാക്കുകൾക്കും അപ്പുറമാണ്. വിരസതയില്ലാതെ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട കാഴ്ചകൾ. നമ്മുടെ യാത്ര ഇപ്പോൾ സഹ്യപർവ്വത നിരകളുടെ ഒരു പ്രത്യേക താളത്തിനൊപ്പമാണ്. നോക്കൂ, ഈ മലഞ്ചെരുവുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഓരോ വൃക്ഷവും പ്രകൃതിയുടെ കാവൽക്കാരാണ്. വനഭംഗി തുടിക്കുന്ന ഈ പച്ചപ്പിനിടയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ മർമ്മരം, അത് കേൾക്കുമ്പോൾ തന്നെ നഗരത്തിരക്കുകളിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാണെന്ന് തോന്നിപ്പോകും. ഈ മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം മണ്ണിൽ തീർക്കുന്ന നിഴൽ ചിത്രങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പൊന്മുടിക്ക് ചരിത്രപരമായ മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമായിരുന്നു ഇവിടം. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ മലനിരകളുടെ ടൂറിസം സാധ്യതകൾ കൂടുതൽ തിരിച്ചറിയപ്പെടുന്നത്. ഈ തണുത്ത കാറ്റിനും കോടമഞ്ഞിനും പറയാൻ പഴയകാലത്തിന്റെ ഒട്ടനവധി കഥകളുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പച്ചപ്പ് പ്രകൃതിയുടെ ഒരു മഹാവിസ്മയമാണ്. വേനലിന്റെ കാഠിന്യത്തിലും തന്റെ തനിമ കൈവിടാത്ത ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണിവിടം. പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. വെളിച്ചമൊക്കെ മെല്ലെ കുറഞ്ഞു വരികയാണ്. കൂടെ നല്ല തണുത്ത കാറ്റുമടിക്കുന്നുണ്ട്. ഇവിടെ വന്നവരൊക്കെ ഇപ്പോൾ മലയിറങ്ങി തുടങ്ങി. എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. നമുക്കും ഇനി പതുക്കെ മടങ്ങാനുള്ള വഴി നോക്കാം. മലനിരകളിൽ ഇരുട്ട് പടർന്നു തുടങ്ങി. അതാ
നമ്മുടെ ബസ്സുകൾ പതിയെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നെടുമങ്ങാട് ഭാഗത്തേക്കുള്ള അവസാന ബസ് വൈകുന്നേരം 6 മണിക്കാണ്. അതുകൊണ്ട് ബസ്സിൽ വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് മടങ്ങാൻ മറ്റു വണ്ടികൾ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.